ഈ വർഷത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപലപിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ശ്ലാഘനീയമായിരുന്നു. എന്ത് ഗംഭീരമായിട്ടാണ് അവരവരുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ മാസത്തെയും സിനിമകളുടെ കണക്കെടുത്ത് വെച്ച് എല്ലാ സിനിമകളും നഷ്ടമാണ്, മലയാള സിനിമ നശിച്ച് ഒരു ലെവലായിക്കൊണ്ടിരിക്കുകയാണ്, മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തണം, ഞങ്ങൾ ഈ 10-15 ആളുകൾക്ക് മാത്രം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മലയാള സിനിമ മാറണം, അങ്ങനെ എന്തൊക്കെ മികച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എത്രയോ സിനിമകളുടെ കണക്കുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിടയ്ക്ക് എപ്പോഴോ നിർത്തി. ലിസ്റ്റിൻ്റെ ഒരു പടം റിലീസായ സമയത്താണെന്നൊക്കെ ഈ അസൂയക്കാർ പറഞ്ഞ നടപ്പുണ്ട്, നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഈ വർഷം തുടങ്ങിയതിന് ശേഷം 2 മാസമായി. എന്തുകൊണ്ട് നിങ്ങൾ കണക്കുകളൊന്നും പുറത്തു വിടുന്നില്ല? ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഡേറ്റ് ഒന്ന് പരിഷ്കരിച്ചാൽ മാത്രം മതിയെന്നേ ഞാൻ പറയുള്ളൂ. ഒരു 15-ാം തീയതി ഫിക്സ് ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞ മാസത്തെ ആ 30 ദിവസം ഇറങ്ങിയിട്ടുള്ള സിനിമകൾ, അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഇതൊക്കെ പുറത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇത്രയും സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ തന്നെ ഈ കഴിഞ്ഞ 2 മാസത്തെ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കുറേ സിനിമകളുണ്ട്. പക്ഷേ ഞാൻ ആകെ കണ്ടത് 16 മലയാള സിനിമകളാണ്. കുറച്ച് സിനിമകളുടെ പേര് ഞാൻ പറയാം, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. പൂവ്, വെള്ളയപ്പം, ഞാൻ കർണൻ 2, രണ്ടാം മുഖം, കണിമംഗലം കോവിലകം, പുഷ്പാങ്കദൻ്റെ 1-ാം സ്വയംവരം, രുദ്ര, ഒരു വയനാടൻ പ്രണയകഥ, പഴുത്, ശേഷിപ്പ്, ക്രിസ്റ്റീന, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്, കരുതൽ, മദനമോഹം, ശുക്രൻ, ദ ലേറ്റ് കുഞ്ഞപ്പ, രഘുറാം, ജൂനിയേഴ്സ് ജേണി, 40കളിലെ പ്രണയം, മൂത്താശാരി, പ്യൂപ്പ, എൻ്റെ ജീവിത നൊമ്പരം, ICU, KKK, ഇതൊക്കെ ഈ ആഴ്ച റിലീസിനെത്തിയിട്ടുള്ള സിനിമകളാണ്. ഇതിൽ എത്ര സിനിമകൾ നിങ്ങൾ കണ്ടു? സത്യം പറഞ്ഞാൽ ഞാനും ഈ പേര് വായിച്ചിട്ടുള്ള സിനിമകളൊന്നും തന്നെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതാണ്, ചിലപ്പോൾ പോസ്റ്റർ കണ്ടിട്ട് പോകണ്ടെന്ന് തീരുമാനിക്കും. ചില സിനിമകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഷോ നടക്കുന്നില്ല. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമകൾ കാണാൻ പറ്റാതെ പോകുന്നത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇതിനൊരു ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സുരേഷ് കുമാർ സാർക്ക് ഇതിലൊരു കടുത്ത നിലപാടൊക്കെ എടുക്കണം. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയൊരു സിനിമയിൽ സുരേഷ് കുമാർ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മലയാള സിനിമയെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശക്തമായി കൈക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയിൽ പോയ 2 മാസത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ളൊരു അവലോകനമാണ്. ഇതിനൊരു ദ്വൈമാസ കണക്കെടുപ്പായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ജനുവരിയിൽ റിലീസായിട്ടുള്ള സിനിമകളിൽ ഞാൻ ആദ്യം കാണുന്നത് അപ്പുറം എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ജഗദീഷ്, അനഘ, മായ രവി, മിനി IG തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ എത്രത്തോളം മോശമായൊരു രീതിയിലേക്ക് പോകുന്നു, ആ സമയത്ത് കുടുംബാംഗങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു, അതിനോട് ചേർത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാര, വിശ്വാസ, ദുരാചാര വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളെയും വിമർശിക്കുന്ന ഒരു അതിഗംഭീര ആഖ്യാനം തന്നെയായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സിനിമയുടെ ഒരു പേസ്, ആ സിനിമയിൽ പറയുന്ന പൊളിറ്റിക്സ്, അത് കുറേ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ വിജയം, ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് അത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. രണ്ടാമത്തെ സിനിമ പെണ്ണ് കേസ് എന്ന സിനിമയായിരുന്നു. നിഖില വിമലും ഒരുപാട് പുരുഷ കഥാപാത്രങ്ങളൊക്കെയുള്ള ഒരു സിനിമ. ഫെബിൻ സിദ്ധാർത്ഥാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിനിമ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയേനെ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പടം തുടങ്ങുമ്പോഴേ മനസ്സിലാവും. നിഖിൽ ഒരു കഥ പറഞ്ഞ് തുടങ്ങുമ്പോഴേ, ആ ക്യാരക്ടർ കഥ പറഞ്ഞ് തുടങ്ങുമ്പോഴേ അറിയാം അടുത്ത എന്താണ്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണ്. അതിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാത്ത സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനോടൊരു ഒരു താല്പര്യം തോന്നില്ല. നമ്മളെ എൻഗേജിങ് ആക്കി നിലനിർത്താൻ സിനിമയ്ക്ക് പറ്റില്ല. ഓക്കേഷ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഒത്തില്ല എന്ന് ഫീൽ ചെയ്ത അതിലെ ഹ്യൂമർ എലമെൻറ്റുകൾ, അങ്ങനെ മൊത്തത്തിൽ പെണ്ണ് കേസ് എനിക്കൊരു ആവറേജോ അതിൽ താഴെയോ നിൽക്കുന്ന അനുഭവമായിരുന്നു. പിന്നീട് വന്നത് ചത്ത പച്ചയായിരുന്നു. അതിനെ ഞാനൊരു നൊസ്റ്റു അടിപൊളിപ്പടം എന്നാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഈ WW ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള ഒരു കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. വീട്ടിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഓരോ ഫൈറ്റ് സീക്വൻസുകൾ കാണുക, അത് വീട്ടിലുള്ള നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള പിള്ളേരോടൊപ്പം കട്ടിലിടിച്ച് തീർക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ വളരെ രസമായി സ്ക്രീനിൽ കൊണ്ടുവന്നു. ഒരു ഇമോഷണൽ കഥയൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ ക്യാമിയോ ആണ് അതിൽ ഏറ്റവും അധികം ആകാംക്ഷയുടെ ആളുകൾ കാത്തിരുന്നത്. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് അതിൻ്റെ പേരിലുള്ള വിമർശനങ്ങൾ വന്നു. ഇനി OTT വന്നപ്പോൾ അവരത് മാറ്റി ഡബ് ചെയ്ത് ഇപ്പോൾ നല്ല അഭിപ്രായമൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ആ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് തിയേറ്ററിലൊരു ഓളമായിരുന്നു. അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല ക്യാമറ വർക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യം തിയേറ്ററിൽ എൻജോയ് ചെയ്യിപ്പിച്ച ഒരു സിനിമയായിട്ടാണ് ചത്ത പച്ചയെ ഞാൻ വിലയിരുത്തുന്നത്.
വിലയിരുത്തുന്നത്. ജനുവരിയിലെ ഏറ്റവും മികച്ച എൻ്റർടൈനേഴ്സിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന സിനിമയാണ് ചത്താപ്പച്ച. പിന്നെയാണ് ബേബി ഗേൾ റിലീസാവുന്നത്. നിവിൻ പോളിയുടെ കഴിഞ്ഞ വർഷത്തെ സർവ്വമായ ഹിറ്റ് ഒക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമ വരുമ്പോൾ വലിയ വിജയമാകുമോ എന്നൊക്കെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ്. ലിസ്റ്റിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സഞ്ജയ് ബോബിയാണ് ഇതിൻ്റെ തിരക്കഥ എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വലിയ അട്രാക്ഷനായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അരുൺ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. തരക്കേടില്ലാത്ത പ്രകടനങ്ങൾ അവകാശപ്പെടാനുള്ളൊരു സിനിമ. എൻഗേജിങ് ആയിട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്തെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മളിലുണ്ട്. പക്ഷെ അപ്പോൾ പോലും പടം കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വിയോജിപ്പുകളാണുള്ളത്. അതായത് ഒരു ഇമോഷണൽ കോടതി. സഞ്ജയ് ബോബിയുടെ പല സിനിമകളിലും കാണുന്നൊരു പരിപാടിയാണ്. നിയമപരമായിട്ടോ ലോജിക്കലോ ഒന്നുമല്ല, അവരുടെ ഇമോഷണൽ ലെവലിൽ നിന്നിട്ട് അവർ പല തീരുമാനങ്ങളും എടുത്തിട്ട് ഇതാണ് ശരിയെന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഈ സിനിമയിലും ഉണ്ടായിരുന്നു. എനിക്ക് അതിനോടൊട്ടും യോജിക്കാൻ പറ്റിയില്ല. ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുവാണ് ഈ കാണിച്ചു വെക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോയ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പടം കഴിയുമ്പോഴേക്കും കുറച്ചെങ്കിലും ഫീൽ ചെയ്യുമായിരുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടായിപ്പോയ ഒരു അനുഭവമാണത്. നെക്സ്റ്റ് വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫിൻ്റെ ദൃശ്യം 3 റിലീസാവാൻ ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അദ്ദേഹം സംവിധാനം ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിയ ജോജു ജോർജും ബിജു മേനോനും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയായിരുന്നു വലതുവശത്തെ കള്ളൻ. തുടക്കത്തിൽ ഒരു പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇതിനകത്ത് എന്താ ഒന്നും ഇല്ലാത്ത എന്നൊരു തോന്നലാണ് ഉള്ളിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സൂയിസൈഡ് സ്ക്വാഡാണ് പരിപാടി. ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. എന്തിന് നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ തോന്നുന്നത് പോലത്തെ, എന്നാൽ എൻഗേജിങ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാതെ വെറുതെ മുന്നോട്ട് പോയൊരു സിനിമ. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ നിരാശ സമ്മാനിച്ചൊരു സിനിമയാണ്. 2 ഗംഭീര ആർട്ടിസ്റ്റുകളൊക്കെ കൈ കിട്ടിയിട്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ അവരെ ഏൽപ്പിച്ചിട്ട് അവർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന പോലത്തെ, ഇരയ്ക്ക് നീതി കിട്ടിയോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും തരാതെ, ഒരു ഇമോഷനോ അവശേഷിപ്പിക്കാതെ, ഒരു എൻഗേജിങ് ഫാക്ടറോ ത്രില്ലിംഗ് എലമെൻറ്റോ ഒന്നും ഇല്ലാതെ പോയ ഒരു കള്ളനായിരുന്നു വലതുവശത്തെ കള്ളൻ. പിന്നീടാണ് പ്രകമ്പനം റിലീസാവുന്നത്. ജനുവരി മാസത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും മികച്ച എൻ്റർടൈനേഴ്സിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പ്രകമ്പനം. 3 യുവാക്കൾ, അവരിൽ ഒരാൾക്ക് സംഭവിക്കുന്നൊരു കാര്യം, അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ കാണുന്നത്. ഫാൻറ്റസി എലമെൻറ്റ്, ഒരു ഹൊററിൻ്റെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഗംഭീര പ്രകടനമാണ് അതിലെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാഗർ സൂര്യ അർമാദിച്ച് പെർഫോം ചെയ്തിട്ടുള്ള സിനിമ. ഗണപതി ആൻഡ് അല്ലമീൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുണ്ട്. ഇത് ചുമ്മാ ചിരിക്കാൻ വേണ്ടി, ഇതിൻ്റെ അകത്ത് ലോജിക്കൽ പരിപാടികളൊക്കെ നമുക്ക് വേറെ ചിന്തിക്കാനുണ്ട്. പക്ഷേ ചുമ്മാ ചിരിക്കാൻ വേണ്ടിയിട്ട്, ജോളിയായിട്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട്, സാഗർ സൂര്യയുടെ പെർഫോമൻസ് മികവിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തിയേറ്ററിൽ പോയി കാണാവുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോഴും തിയേറ്ററിലുണ്ട് സിനിമ. ഒരു ഓളത്തിൽ കണ്ടിരിക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ജനുവരി മാസം കംപ്ലീറ്റ് ആയി. ജനുവരിയിൽ വേറെയും ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് കാണാതെ വിട്ടുകളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റാതെ പോയിട്ടുള്ള സിനിമകളൊക്കെയാണ്. ഫെബ്രുവരിയിലാണ് ആശാൻ വരുന്നത്. ജോൺ പോൾ ജോർജ്, ഗപ്പിയുടെ സംവിധായകൻ, അമ്പിളിയുടെ സംവിധായകൻ, അദ്ദേഹം ഒരു സിനിമയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇന്ദ്രൻ സേട്ടനും ജോമോൻ ജ്യോതിറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വേറെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൊരു സിനിമ. അതിൻ്റെ ടോട്ടൽ മേക്കിംഗ്, ആ കഥ പറച്ചിൽ രീതി, കഥാപാത്രങ്ങളുടെ അവതരണം, എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന, ശരിക്കും ഒരു ഫ്രഷ് ഫീൽ തരുന്നൊരു സിനിമയായിരുന്നു. അതിനകത്ത് ഈ സിനിമാ മോഹികളായിട്ടുള്ള ആളുകളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ സിനിമ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നൊരു സംശയമാണ് എനിക്കുള്ളത്. എനിക്കത് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല, ഈ ഒരു ടോണിലും ഈ ഒരു സ്കെയിലും ഒക്കെ നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെ ഒത്തിരി ഒന്നും ആളുകൾ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. ആശാൻ്റെ ഇനി OTT റിലീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് കുറേയും കൂടി അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും. ഗപ്പിയുടെയൊക്കെ പോലത്തെ, ഗപ്പിയെ പോലൊരു തിയേറ്ററിലെ പരാജയ ചിത്രം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊന്നും ആശാൻ പോവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ സിനിമ സെല്ല് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ഗംഭീര പ്രകടനവും അതേപോലെ ഈ പറയുന്ന ഫ്രഷ് ട്രീറ്റ്മെൻറ്റും ഒക്കെയുള്ള രസമുള്ളൊരു സിനിമയായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് പടം അനോമി. ഭാവനയും റഹ്മാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായ സിനിമയാണ്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. അതിൻ്റെ സ്റ്റോറി ലൈനും അതിലെ സൈഫൈ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊന്ന് ക്രിസ്പാക്കാമായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം. ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ സ്പൂൺ ഫീഡ് ചെയ്ത്, അതായത് നമുക്കും മനസ്സിലായി, ഓൾറെഡി പറഞ്ഞും കഴിഞ്ഞു, പിന്നെയും ചോദിക്കുന്നു പറയുന്നു എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ പോകുന്നതിന് പകരം നല്ലോണം ഒന്ന് ക്രിസ്പാക്കിയിരുന്നെങ്കിൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി അതൊന്ന് ചെറുതാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഗംഭീര അനുഭവമായി മാറാമായിരുന്ന. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമാനുഭവം ആൻഡ് ഗംഭീര പ്രകടനങ്ങൾ, മ്യൂസിക്, സൗണ്ട് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ കുറച്ച് ക്രിസ്പാക്കണമായിരുന്നു. പിന്നെ ഇതൊരു സൈഫൈ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഈ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറച്ചും കൂടി അംഗീകരിക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെയാണ് ആശകളായിരം റിലീസാവുന്നത്. ജയറാമും കാളിദാസ് ജയറാമും ഒരുമിച്ച് അഭിനയിക്കുന്നു. അവർക്കൊപ്പം ആശാ ശരത്തുണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. സിനിമയുടെ തുടക്കമൊക്കെ
കണ്ടപ്പോൾ എനിക്ക് വളരെ രസമുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് തോന്നി. പക്ഷേ പോകെ ആ ഒരു ആത്മാവ് ചോർന്നു പോകുന്ന പോലെ ഉണ്ടായിരുന്നു. വേറെ പലതിലേക്കും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോയിട്ട് നീണ്ടു വലിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നിയത്. കാളിദാസ് ജയറാമിൻ്റെ കുറേയും കൂടി മികച്ച പ്രകടനം ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് കാളിദാസ് ഈ സിനിമയിൽ ഡെലിവർ ചെയ്തിട്ടില്ല. പുള്ളി കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ ഇതിലും കൂടുതൽ ഡെലിവർ ചെയ്യപ്പെടണമായിരുന്നു. ആക്ടിംഗ് വർക്ക്ഷോപ്പിന് ശേഷമുള്ള ആളും ആക്ടിംഗ് വർക്ക്ഷോപ്പിന് മുമ്പുള്ള ആളും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല. അതേപോലെ ഇവർ തമ്മിൽ വർക്കാവേണ്ടിയിരുന്ന പല കോമഡി രംഗങ്ങളും എനിക്ക് വർക്കായിട്ടില്ല, ഇമോഷൻസ് കണക്റ്റ് ആയിട്ടില്ല. അങ്ങനെ വെറുതെ ഒരു ഓളത്തിന് ചുമ്മാ കണ്ടു തീർന്നു പോയ ഒരു സിനിമ എന്നാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള കുറച്ച് സീക്വൻസുകളും റെഫറൻസ് ഡയലോഗുകളും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഒന്നും അവശേഷിപ്പിക്കാതെ ഇപ്പോൾ 1000 ആശകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്കുള്ളിലൊരു ആശാശരത്തുണ്ടെന്നുള്ളതല്ലാതെ മറ്റാരുടെയും ആശയോ മോഹമോ ഒന്നും നമുക്ക് കണക്റ്റ് ആവുന്നില്ലായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് പടം, ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം, ഇതിൻ്റെ സംവിധായകൻ്റെ പേരാണ് ഡോൺ മാക്സ്. ഒരുപാട് ഗംഭീര സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൾ. അദ്ദേഹം ഒരു സംവിധായകൻ്റെ കുപ്പായം എടുത്ത് അണിയുമ്പോൾ തീർച്ചയായും ഒരു ഗംഭീര സിനിമ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെയാണ് അറ്റ് വെൽക്കം ടു ദ ഡാർക്ക് സൈഡ് എന്ന് പറയുന്ന സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയത്. എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും ഫീൽ ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ ഫീലും ഇമോഷനും ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെ എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു. അതിൻ്റെ സംവിധാന മികവ്, പെർഫോമൻസുകൾ ഭേദപ്പെട്ടതായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഒരു ഗംഭീര പ്രകടനം എന്ന് പറയാനായിട്ട് അതിനകത്തൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമുണ്ട്. ആ ക്യാരക്ടറും ഷാജു ശ്രീധറിൻ്റെ പ്രകടനമൊക്കെയാണ് എനിക്ക് ഭേദപ്പെട്ടതായിട്ട് തോന്നിയത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കഥ അതിൻ്റെ ഒരു കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിച്ചിൽ എനിക്ക് സിനിമയിലുടനീളം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവർ മാനേജ് ചെയ്തിരിക്കുന്നത് ഈ എഡിറ്റിംഗ് മികവൊക്കെ വെച്ചിട്ടാണ്. ഷാജു ശ്രീധർ, ആകാശ് സെൻ, ശരൺജിത്ത് തുടങ്ങിയവരൊക്കെയാണ് ആ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈ തനി നിറം എന്ന് പറയുന്ന സിനിമയാണ്. ഞാനത് എന്തിന് തിയേറ്ററിൽ പോയി കണ്ടു എന്ന് എനിക്ക് തന്നെ പിന്നീട് തോന്നിപ്പോയൊരു സിനിമയാണ്. അനു മേനോനും രമേഷ് വിഷാരടിയും പിന്നെ കുറേ പേരറിയുന്നതും അറിയാത്തതുമായ താരങ്ങളെല്ലാം വന്ന് കയറി ഇറങ്ങി പോകുന്നൊരു സിനിമയായിരുന്നു. അതൊരു കേസ് അന്വേഷണവും പരിപാടിയൊക്കെയാണ്. ഇങ്ങനെ ലോജിക്കില്ലാത്തൊരു സിനിമ, ഇങ്ങനെ എൻഗേജിങ് അല്ലാത്തൊരു സിനിമ, ഇങ്ങനെ ഹ്യൂമർ വർക്കാവാത്ത, ഇങ്ങനെ ത്രില്ലിംഗ് എലമെൻറ്റ്സ് വർക്കാവാത്തൊരു സിനിമ അതങ്ങനെ ഇരുന്ന് കണ്ടു തീർത്തു എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് മനോരമ മാക്സിൽ ലോഡിംഗ് ആയിരിക്കും. അത് വന്നതിന് ശേഷം നമുക്കതിൻ്റെ കഥയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കാം. എന്തായാലും അനൂപ് മേനോൻ, സുരേഷ് ഗോപിയുടെ ഗെറ്റപ്പിൽ മോഹൻലാലിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ ആയിട്ട് വന്ന സിനിമ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാതെ വെറുതെ കണ്ടു തീർത്തൊരു പടം. ആൻഡ് നെക്സ്റ്റ് കൂടോത്രമാണ്. ബൈജു എഴുപുന്ന സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമ. കഥയും അതിൻ്റെ ട്വിസ്റ്റും എലമെൻറ്റും എല്ലാം എടുത്തു വരുമ്പോഴേക്കും അവസാനം കാന്താരയുടെ ഒരു മിനി വേർഷനായിട്ട് തോന്നും. പക്ഷേ തരക്കേടില്ലാത്ത പ്രകടനങ്ങൾ കൊണ്ട് അത്യാവശ്യം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപരിസരങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തരക്കേടില്ലാതെ കണ്ടിരുന്ന ഒരു സിനിമയാണ് കൂടോത്രം എന്ന് പറയുന്നത്. ഒരു ഭയങ്കര പടവും ഭയങ്കര പെർഫോമൻസും അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ അവർ പറയുന്ന വിശ്വാസങ്ങൾ, അതിനെ കഥയായി കാണിക്കാൻ വേണ്ടി അവർ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോസ്, അങ്ങനെ വിഷ്വൽ പരിപാടികളും സെർട്ടിലായിട്ടുള്ള ആക്ടിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇറ്റ്സ് ആൻ ഓക്കെ വാച്ച് എന്ന് ഫീൽ ചെയ്ത സിനിമയാണ് കൂടോത്രം. പിന്നെയാണ് രാജേഷ് മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള പെണ്ണും പൊറാട്ടും തിയേറ്ററിലേക്ക് വരുന്നത്. പാലക്കാടൻ ചൂടും ചൂരും ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വേറെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിൽ, ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കഥയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ഇങ്ങനൊരു നാടിനെ അവതരിപ്പിച്ചൊരു സിനിമ വൺ ഓഫ് എ കൈൻഡ് നമുക്ക് പറയാൻ തോന്നുന്ന ഒരു ഗംഭീര പരിപാടിയായിരുന്നു. കുറച്ച് പുതുമുഖങ്ങൾ, എല്ലാവരും പുതുമുഖങ്ങളല്ല, പക്ഷേ പുതുമുഖങ്ങളാണ് കൂടുതലുള്ളത്. അവരെയൊക്കെ വെച്ചുകൊണ്ട് രാജേഷ് മാധവൻ ഒരു പെരുന്നാൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ അതൊരു ഓട്ടമാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ട്. ഒന്നും ചിന്തിക്കാതെ ചുമ്മാ കാണാനും കാണാം, ചിന്തിച്ചുകൊണ്ടിരുന്ന് കാണാനാണെങ്കിലും കാണാം. അങ്ങനെ ഒരു രസമുള്ള പടം, ഒത്തിരി ഗംഭീര പെർഫോമൻസിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നൊരു സിനിമ. ഒരു നാടിൻ്റെ ഊഷ്മളത നമ്മൾ അനുഭവിക്കുന്നൊരു സിനിമയാണത്. കിഡിലോസ്കി ട്രീറ്റ്മെൻറ്റ് എന്നാണ് അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാനുള്ളത്. ദെൻ കംസ് സ്പാ ഞാൻ കാണാൻ ലേറ്റായി പോയി എന്ന് പറയുന്നൊരു വിഷമമാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു സ്പായും അവിടെ മസാജ് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് ആളുകളും മസാജിന് വേണ്ടി വന്നു ചേരുന്ന കുറേ പുരുഷന്മാരും അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ അടുക്കി ചേർത്ത് വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് സിറ്റുവേഷന് സംവിധായകൻ എബ്രിഡ് ഷൈൻ കൊടുത്തിട്ടുള്ളത്. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. ആൻഡ് ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ ഫീൽ ചെയ്തത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ട്രിം ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ വെള്ളിയാഴ്ച മുതൽ ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിനോട് ചേർന്നിട്ടുള്ള ഏതാണ്ട് 6.5 മിനിറ്റോളം അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ എവിടെയൊക്കെയാണോ നമുക്ക് ആ സിനിമയുമായിട്ടുള്ള അസോസിയേഷൻ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ആ ഹ്യൂമർ എലമെൻറ്റിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നത്, ആ പോർഷൻസ് ഒക്കെ ട്രിം ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ഹ്യൂമറിൻ്റെ ഒരു ചാമുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിൽ വിമർശിക്കാനുള്ളതടക്കം എല്ലാം ഉണ്ട്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ആ ഹ്യൂമറിൽ ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് എൻജോയ് ചെയ്യും. സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതവർ ട്രിം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ രസമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സെക്കൻഡ് ഹാഫും കൂടിയായിട്ട് സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. നിങ്ങൾ
ഈ ആഴ്ച സ്പാ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ അടുത്തൊരു സിനിമ അരുൺ ലാൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്ത സുഖമാണ് എന്ന് പറയുന്ന സിനിമയാണ്. അതിൻ്റെ പേരും പിന്നെ ട്രെയിലറൊക്കെ രസമുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി കമ്പല്ലിങ് ആക്കണമായിരുന്നു എന്ന് തോന്നി. കാര്യം ഗംഭീര ഒരു വിഷയമാണ് അവർ കൈകാര്യം ചെയ്തത്. ലോൺലിനെസ് എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതല്ല, ഏകാന്തത അനുഭവിക്കുക എന്ന് പറയുന്നത് അതൊരു ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അവിടെ ചില കോപ്പിംഗ് മെക്കാനിസം നമ്മൾ തന്നെ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കും. അത് കുറച്ച് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ആ ഭീകരത, അതിൻ്റെ പെയിൻ, അതിൻ്റെ ഇമോഷണൽ കണക്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ അതിനകത്തേക്ക് ഈ ലവ് ട്രാക്ക് വന്ന് ദേവിക സഞ്ജയ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും അവരുടെ സിറ്റുവേഷൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആസ് എ പ്രേക്ഷകൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതുവരെയും ഈ പറയുന്ന പെയിനും ഇമോഷൻസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സ് വരുന്നത്, അവരെ ഈ മാത്യുവിൻ്റെ ക്യാരക്ടർ കൺസീവ് ചെയ്യുന്ന രീതി എല്ലാം ഒരു നല്ല പരിപാടിയായിരുന്നു. പക്ഷേ അവർ ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്തതാണ്, അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ നല്ല പ്രകടനങ്ങളും നല്ല തീമും എന്നുള്ളതാണ് ഈ സിനിമയിൽ എൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു സിനിമയല്ല സുഖമാണ് എന്ന് പറയുന്നത്. ആ സിനിമയുടെ ടൈറ്റിൽ പോലും നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, ആ ടൈറ്റിൽ പോലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിയുമ്പോഴാണ് മച്ചാനെ ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള, അതായത് ഈ വർഷം തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സിനിമ വരുന്നത് അത് മസ്തിഷ്ക മരണമാണ്. ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കണ്ട പടം മസ്തിഷ്ക മരണം തന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 2046 നടക്കുന്നൊരു കഥ, അതിനെ കൃഷാന്ത് എന്ന് പറയുന്ന സംവിധായകൻ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് എത്രത്തോളം കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ ഹ്യൂമറിനെ എങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്തെടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ളത് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിനെ കാണിക്കാൻ പറ്റും. ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്സിനെയൊക്കെ നമുക്ക് സ്ക്രീനിലേക്ക് ഇതിങ്ങനെ പുട്ടുപോലെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്ന പോലെ അങ്ങനെ ആയാസരഹിതമായി സിനിമ കാണുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ കൃഷാന്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഗംഭീര പ്രകടനങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി ഇടിവെട്ട് പടം. പക്ഷേ എത്ര പേര് ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് തിയേറ്ററിലേക്ക് പോകും. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ എപ്പോഴും ഈ ഫാമിലി ഓഡിയൻസാണ് സിനിമ ഹിറ്റാക്കുന്നതെന്നൊക്കെ. പക്ഷേ ഫാമിലി ഓഡിയൻസിനും കാണാനുള്ള കുറേ കാര്യങ്ങളുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ടേക്സ് ഉള്ള ഒരു സിനിമയാണ്. ഇപ്പം ഡിസംബർ ലാസ്റ്റ് വീക്ക് റിലീസായിട്ടേ ഉള്ളൂ, ഇനിയും ദിവസങ്ങൾ കിടക്കുന്നു. ആ സിനിമയുടെ പ്രേക്ഷക വിധി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനെ ഫെബ്രുവരി മാസം അവസാനിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, നല്ലൊരു പടമൊക്കെ കണ്ട് ആ മാസം അങ്ങ് അവസാനിച്ചല്ലോ എന്നുള്ളത്. പക്ഷേ ഈ കണ്ടു തീർത്ത 16 സിനിമകളും കാണാതെ വിട്ട അതിലധികം സിനിമകളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വന്നിട്ടുള്ള സിനിമകൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസനോ മറ്റോ പറഞ്ഞിട്ടുള്ളതുപോലെ ഏറ്റവും കുറച്ച് ലാഭം കിട്ടാൻ സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. ആ ഒരു റിസ്ക് ഫാക്ടർ അവിടെയുണ്ട്. സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകനും ആ റിസ്ക് എടുക്കുന്നുണ്ട്. പ്രൊഡ്യൂസറിന് ഇത്ര കോടി മുടക്കിയിട്ട് ആ കോടികൾ തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതുപോലെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് 150 രൂപ കൊടുക്കുന്ന സമയത്ത് അതിൽ എത്ര രൂപയ്ക്കുള്ള വേർത്ത് ആ സിനിമയ്ക്കുണ്ട്, പ്രേക്ഷകൻ അതിൽ നിന്ന് എന്താണ് ലാഭം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇത് റിസ്ക്കാണ്. തിയേറ്ററിൽ പോയി നമ്മൾ ഈ പറയുന്ന 32-40 സിനിമകൾ കാണുമ്പോൾ അതിൽ എത്ര സിനിമകൾ നമ്മൾ കൊടുത്ത കാശ് നമുക്ക് തിരിച്ചു തരുന്നു എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. പ്രേക്ഷകനാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നതെന്ന് പല സിനിമകളും കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് വരും മാസങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഒരുപാട് ബിഗ് ബഡ്ജറ്റ് വൻ പ്രതീക്ഷകളുമായി വരുന്ന സിനിമകളൊക്കെ റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ആ സിനിമകളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് ഞാൻ കണ്ട സിനിമകൾ, എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.